ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 8 and 9, 8-9 വാക്യങ്ങൾ. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോട് അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറയും. മതി. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. എനിക്ക് അനുവദിക്കപ്പെട്ടൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നിടത്തോളം നല്ല രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഈ തിരുവചനം നിങ്ങളിലേക്ക് പകരുവാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ അടുക്കൽ വചനം കേൾക്കാനായിട്ട് വന്നുകൂടി. ദൈവത്തിന് സ്തോത്രം. അവൻ പാപികളോട്, യേശു ചുങ്കക്കാരോടുകൂടെയും പാപികളുടെയും ഇരുന്ന് ഭക്ഷിക്കുന്നത് കണ്ടപ്പം പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു എന്നാണ് അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സ്തോത്രം പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കേണ്ട. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് തൊട്ടു മുമ്പിലുള്ള വാക്യത്തിലൂടെ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് എന്താവശ്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം യേശു വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ പാപികളെന്നൊക്കെ പറഞ്ഞ വലിയ അലർജിയാണ്, അവരോട് മിണ്ടത്തില്ല. കാരണം നമ്മളെല്ലാം വിശുദ്ധന്മാരാണല്ലോ. അങ്ങനെയല്ല. നിങ്ങളിൽ എത്ര പേർ പാപികളിലേക്ക് ഇറങ്ങിച്ചെല്ലാറുണ്ട്? നിങ്ങൾ കണ്ട ഈ വെളിച്ചം, നിങ്ങൾ പ്രാപിച്ച ഈ വെളിച്ചം, നിങ്ങൾ പ്രാപിച്ച ഈ ദൈവത്തെ, നിങ്ങൾ കണ്ട ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? സ്തോത്രം. നിങ്ങളുടെ വലത്തെ ചെയർ കാലിയായി കിടക്കുമ്പം അടുത്ത ആഴ്ച ഞാൻ വരുമ്പം ആ ചെയറിലിരിക്കാൻ 2 പാപികളെ കൂടെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുവാൻ എത്ര പേരുടെ ഉള്ളിൽ ധൈര്യമുണ്ട്? അതാണ് യഥാർത്ഥമായ സുവിശേഷം. ഞാൻ ഇനിയും ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരാം. അമ്മേ, അങ്ങനെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ഈ പിറുപിറുക്കുന്ന പരീശന്മാരോടും ശാസ്ത്രിമാർക്കും മനസ്സിലാകാൻ 3 ഉപമ കർത്താവ് അവിടെ പ്രസ്താവിക്കുക. 3 ഉപമ നമുക്ക് വളരെ പരിചിതമായ ഉപമകളാണ്. 1-ാമത്തെ ഉപമ യേശു പറയുകയാണ്, ഒരു മനുഷ്യന് 100 ആടുണ്ട്, അതിൽ ഒരാട് കാണാതെ പോയി. ഈ ആടിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ 99 ആടിനെ വിട്ടേച്ച് കാണാതെ പോയ ഒരാടിനെ തപ്പി ഇറങ്ങുക. അർത്ഥം എന്നാ? നിന്നെ തപ്പിയല്ലടാ ഞാൻ വന്നേ, ഞാൻ പാപിയെ തപ്പിയാ വന്നേ. 2-ാമത്തെ ഉപമ പറയുകയാണ്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്. അത് ഞാൻ വിവരിക്കാം, അതെന്നല്ലോ ഇന്നത്തെ പ്രസംഗം. 3-ാമത്തെ ഉപമ പറയാം, ഒരപ്പന് 2 മക്കളുണ്ട്. ഒരു മോൻ പറഞ്ഞ, അപ്പാ എൻ്റെ വസ്തു സ്തോത്രൻ്റെ പാതി എനിക്ക് തരണം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം വീതപ്രശ്നമാണ്. സ്തോത്രം. വീതമൊക്കെ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് 5-6 ബാങ്കിലിട്ട് ATM കാർഡുമായിട്ട് ബാംഗ്ലൂരും കന്യാകുമാരിയും കാസർഗോഡും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ പോയി കറങ്ങി വെച്ച് 10 പൈസയ്ക്ക് നിവർത്തിയില്ലാതെ വന്നിറങ്ങി. പണി പലയിടത്തും ചോദിച്ചു. അന്നേരം നേരത്തെ പഠിക്കേണ്ടതിൻ്റെയൊക്കെ അറിഞ്ഞൊന്നും മനസ്സിലായില്ല. നേരെ അവിടെ ചെന്ന് പല ജോലികൾ തപ്പി, ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം പന്നികളെ തീറ്റുന്ന ജോലി കിട്ടി. ശമ്പളമൊന്നുമില്ല. പന്നി കൊടുക്കുന്ന വാളവര കഴിച്ചോണം. വാളവരയ്ക്ക് കൈയിട്ടപ്പോൾ മൃഗത്തിനൊരു കുഴപ്പമുണ്ട്. യജമാനായാലും കഴിക്കാൻ നേരത്ത് കൈയിട്ടാൽ കടി കിട്ടും. തേറ്റ കൊണ്ട് ഒരൊറ്റ അടി കൊടുത്ത് ബോധം വന്നു. ചിലർക്ക് പന്നി തട്ടിയാലേ ബോധം വരും. ബോധം വന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു. ഞാനോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇവിടെ കിടന്ന് തകരുക. അവൻ പറയാ, ഞാൻ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനിയും നിൻ്റെ മകനെന്ന് വിളിപ്പാൻ. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കാൻ വേണ്ടിയല്ല പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാനത് 3-ാമത്തെ ഉപമ വിവരിക്കുവാൻ സമയമില്ലെങ്കിലും 2-ാമത്തെ ഉപമയിലാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. യഹൂദൻ്റെ മര്യാദ പ്രകാരം ഒരാളെ വിവാഹം നിശ്ചയിച്ചാൽ, അപ്പോൾ യഹൂദൻ്റെ മര്യാദ പ്രകാരം ഒരാൾ വിവാഹം നിശ്ചയിച്ചാൽ ആ ആളുടെ വിവാഹം നിശ്ചയിക്കുമ്പോൾ വരൻ വന്ന് 10 ദ്രഹ്മ ഈ
വധുവിൻ്റെ കയ്യിൽ കൊടുക്കും. വേദപണ്ഡിതാക്കൾ ചിലർ പറയുന്നത് അവളത് നെറ്റിയിൽ അണിയണമെന്നാണ്, അല്ലെ കയ്യിൽ സൂക്ഷിക്കണമെന്നാണ്. എന്തിനാണെന്നറിയോ? കല്യാണത്തിൻ്റെ അന്ന് വരുമ്പം ഈ 10 ദ്രഹ്മയും ആരെ കാണിക്കണം? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കാണിക്കണം. വഴിയെ പോകുന്ന ചെറുക്കന്മാരുടെ കയ്യിലും പുറകെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി, സ്തോത്രം, ഞാൻ വിവാഹം ഉറപ്പിച്ച ആളാണ്, എനിക്കൊരു വരനുണ്ട് എന്ന് പറഞ്ഞ് ഇത് നെറ്റിയിൽ അണിയണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ അവിടെ ഉണ്ടായ ഒരു സാഹചര്യം പറയാം. അതിലൊരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. സൂക്ഷ്മതക്കുറവാകാം. ആ നഷ്ടത്തിൻ്റെ പിമ്പിൽ പിശാചിൻ്റെ കരം കാണാം, നഷ്ടത്തിൻ്റെ പിമ്പിൽ മനുഷ്യൻ്റെ കരം കാണാം. നഷ്ടം എങ്ങനെ വന്നു എന്നല്ല, നഷ്ടം എങ്ങനെ തിരികെ പിടിക്കാം. ഞാൻ വചന ദൂതിലേക്ക് വരികയാണ്. സ്തോത്രം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നഷ്ടം ലൈഫിൽ വരിക എന്നുള്ളത്. സ്തോത്രം. നഷ്ടം വന്നുവെന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കരുത്. ഹല്ലേലൂയ. നഷ്ടം തിരികെ പിടിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ചില നഷ്ടത്തിൻ്റെ പിമ്പിൽ ചിലപ്പോൾ സൂക്ഷ്മത കുറവായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, സൂക്ഷ്മത ഭയങ്കര വിഷയം. അപ്പോൾ ഈ സ്ത്രീക്ക് നഷ്ടം വന്നു. ഞാനൊരു കാര്യം കൊണ്ട് ദൂതിലോട്ട് വരിക. മനുഷ്യ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങൾ വരാറുണ്ട്. ചോദ്യം, നിന്റെ നഷ്ടം തിരികെ പിടിക്കാൻ ആർ നിന്നെ സഹായിക്കും? ഞാനൊരു ദൈവത്തിൽ നിന്ന് ഈ വചനം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നൊരു ദൂത് പറയാം. നിന്റെ ലൈഫിൽ നിന്ന് സംഭവിച്ച നഷ്ടം തിരികെ പിടിക്കാൻ ആർ നിന്നെ സഹായിക്കും? വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർ, ഭാവി നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, അഭിഷേകം നഷ്ടപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ, അവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് തിരികെ പിടിക്കാൻ ആർ നിന്നെ സഹായിക്കും? ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ നഷ്ടം തിരികെ പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കാൻ പോകുകയാണ്.